സരിക സ്വാതി വളരെ വിശദമായി തന്നെ അവിടുത്തെ കാര്യങ്ങൾ പറയുകയായിരുന്നു. അതിൻ്റെ ഐതിഹ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പറയുകയായിരുന്നു. ഈ സരിക ഉള്ളിടത്തെ കാഴ്ചകൾ എത്തരത്തിലാണ്? അവിടെയും തിരക്കുകൾക്ക് ഒരു കുറവുണ്ടാകാൻ സാധ്യതയില്ല, ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും ഉള്ളത്. എത്തരത്തിലാണ് അവിടുത്തെ കാഴ്ചകൾ? സംഗീത, ഇവിടെയും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. കാരണം രാവിലെ ഞങ്ങളിവിടെ 4 മണിക്ക് എത്തുമ്പോൾ നേരം പുലർന്നിട്ടില്ല. ആ സമയത്ത് തന്നെ ആളുകളെല്ലാം ഉണർന്ന് പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് എത്രയും വേഗം പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. നമുക്ക് കാണാൻ ഇവിടെ പറ്റും. ഞാനിപ്പോൾ മൈതാനത്താണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ കലങ്ങളിലെല്ലാം പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് പായസം, അതായത് ദേവിക്ക് അർപ്പിക്കാനുള്ള പൊങ്കാല പായസം ഇടുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരളി ഉണ്ടാക്കുന്ന കാഴ്ചകൾ കാണാം. തെരളി ഉണ്ടാക്കുന്നതിനുള്ള ഇല കഴുകുന്നു, അതിൻ്റെ കൂട്ടുകളൊക്കെ തയ്യാറാക്കുന്നു. ഇപ്പം കടും പായസമാണ് ദേവിക്ക് ഇഷ്ട വിഭവം. അപ്പോൾ കടും പായസം ഇടാനുള്ള ശർക്കര, തേങ്ങ, അതുപോലുള്ള സാധനങ്ങളൊക്കെ ചിരണ്ടുന്നു. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും ജോലിയിലാണ്. അതായത് ആരും ഇവിടെ വെറുതെ ഇരിക്കുന്നില്ല. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ദേവിയെ തൊഴുത്, പലർക്കും എനിക്ക് തോന്നുന്നില്ല അകത്ത് കയറി തൊഴുവാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായെന്ന്. കാരണം അത്രമാത്രം തിരക്കാണ് ഇവിടെ കാണുന്നത്. ആ തിരക്കിനിടയിലും ആളുകൾ മുന്നിൽ നിന്ന് ദേവിയെ ഇന്നലെ തൊഴുതേൻ്റെ ഒരു ഇതിലാവാം, രാവിലെ എഴുന്നേറ്റ് മുന്നിൽ നിന്ന് തൊഴുതിട്ടാവാം ഇവിടെ വന്ന് നിന്ന് നമ്മുടെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരും തന്നെ രാവിലത്തെ നമുക്കൊരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചടപ്പൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമില്ല. എല്ലാവരും ഹൈ എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊരു സ്ത്രീകളുടെ പ്ലാനറ്റിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഉത്സവം. ഗിന്നസ് റെക്കോർഡിലൊന്നും പേര് വന്ന് വെറുതെ അല്ല. കാരണം ഇവിടെ വന്ന് നിന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഫീല് മനസ്സിലാവും. അത്ര എല്ലാവരും ഭക്തിയോടെ, പ്രാർത്ഥനയോടെ, പലരും ഞാനിപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് നടന്നിങ്ങനെ മൈതാനത്തിലേക്ക് വരുന്ന സമയത്ത് കണ്ട കാഴ്ചകളാണ്. എല്ലാവരും ദേവീ സഹസ്രനാമമായാലും എല്ലാം പ്രാർത്ഥിച്ച് വെറുതെ നിൽക്കുന്നില്ല ആരും. എപ്പോഴും ദേവിയുടെ വാക്കുകൾ ഉരുവിട്ട് ദേവിയോട് പ്രാർത്ഥിച്ചതാ. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ചേച്ചി തന്നെ ഇവിടെ ദേവീ സഹസ്രനാമം വായിച്ചുകൊണ്ടിരിക്കുവാണ്. പൊങ്കാലയിടാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന. സംഗീത. ശരി സരിക, എന്താണെങ്കിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, കേരളത്തിന് പുറത്തുനിന്നടക്കമുള്ള ആൾക്കാരടക്കമുള്ളവർ എത്തിച്ചേരുന്ന ഒരു ഉത്സവം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല എന്നുള്ളത്. നിരവധി സ്ത്രീകൾ ഒത്തുചേരുന്ന ഇടം. എന്താണെങ്കിലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് അവിടെ എങ്ങുമുള്ളത്. ഈ രണ്ടിടത്തു നിന്നും സ്വാതിയും സരികയും പങ്കുവച്ചതെല്ലാം അതുതന്നെയായിരുന്നു.